ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ തിങ്കളാഴ്ച ദിവസം നമ്മൾ സൈക്കോളജിയുടെ ഓരോ വിഷയങ്ങളാണ് പഠിക്കുന്നത്. അപ്പം ഇന്ന് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. എന്താണ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി? അതെങ്ങനെയാണ് നമ്മുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്നത്? എന്താണ് ഈ സിൻഡ്രോമിന്റെ പ്രത്യേകത എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ഹരിഹരൻ സാറാണ്. ഹരിഹരൻ സാറ് ഒരു ബാങ്കിലെ സീനിയർ മാനേജറാണ്, ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ആണ്. എങ്കിൽ പോലും ഈ വിഷയവുമായുള്ള ബന്ധത്തിൽ സാറിന് നമുക്ക് നൽകുന്ന അറിവുകൾ തീർച്ചയായിട്ടും നമുക്ക് സ്വീകരിക്കാം. സോ നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ഹരിഹരൻ സാറിനെ. ഹരിഹരൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു ഡോക്ടർ സാബു ഫോർ എത്രാമത്തെ പ്രാവശ്യം എനിക്കറിയില്ല, 10-20 ആയെന്ന് തോന്നുന്നില്ലേ? യെസ്. ഈ സൈക്കോളജി എന്നെ 4ാമത്തെ സബ്ജക്റ്റാണ് വരുന്നത് അടുത്ത കാലത്ത്. I ventured to speak on a subject which is hitherto unknown to me, psychology. നേരത്തെ എസ്കേപ്പിസം സംസാരിച്ചു, പിന്നെ സർക്കാസം, ക്ലെപ്റ്റോമാനിയ, now the split personality. But this subject is really a complex subject. അത്ര വളരെ സിമ്പിൾ സബ്ജക്റ്റും അല്ല. അത് നമ്മൾ ആസ് വി ഗോ വി വിൽ അണ്ടർസ്റ്റാൻഡ് പേഴ്സണാലിറ്റി പ്രോബ്ലം മറ്റോളുണ്ട്. നമ്മളൊക്കെ വി ഹാവ് സീൻ ഫിലിം, ഒരു തമിഴ് ഫിലിം, മലയാളം ഫിലിം അന്യൻ, തമിഴ്. അതിനകത്ത് വിക്രം ദി ഹീറോ ആയിട്ട് 3 പേഴ്സണാലിറ്റീസ് ഓരോ സമയത്ത് മാറും. അതുപോലെ നമ്മുടെ ഫേമസ് ആയ മണിച്ചിത്രത്താഴിലെ ശോഭനയുടെ 2 പേഴ്സണാലിറ്റികൾ. നമ്മൾ അത് കഥയാണ് വിചാരിക്കും, പക്ഷെ കഥയല്ല, ഇങ്ങനെ സംഭവിക്കാം. പക്ഷെ ആർക്കൊക്കെ എങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വലിയ വിഷമമുള്ള കാര്യമാണ്. ബിക്കോസ് അവരുടെ ലൈഫ് മാത്രമല്ല, അവരുടെ കൂടെയുള്ളവരുടെ ലൈഫ് മിസറബിളായി തീരും. എനിവേ, വിത്ത് ദിസ് introduction, I am going to the subject. What is definition of split personality syndrome? It is a mental health condition. It is a mental health condition known as dissociative identity disorder, in which a person has 2 or more distinct personality states or identities that control the behavior at times. ഒരേ വ്യക്തിക്ക് ഒരേ സമയത്ത് 2-ൽ കൂടുതൽ ഐഡന്റിറ്റീസ് കാണും, which controls his behavior. These identities may have their own names. വേറെ പേരായിരിക്കാം. ഫോർ എക്സാമ്പിൾ, അന്യനകത്ത് പല പേരുമുണ്ട്. അമ്പി ഒരാള്, പിന്നെ റോമിയോ എന്നൊരാള്, അന്യനായിട്ട് വരുന്ന ഒരാൾ വേറൊരാളുണ്ട്. അതുപോലെ ശോഭനയ്ക്കും 2 പേരുണ്ടല്ലോ. I may have own names, genders. It can be, അതായത് ഈവൻ ജെൻസിനകത്ത് ലേഡീസിന്റെ പേഴ്സണാലിറ്റി വരാം, ഐഡന്റിറ്റി വരാം. ആൻഡ് ബിഹേവിയർ, നെയിം, ഡിഫറെന്റ് നെയിം. കൊച്ചുകുട്ടികൾക്ക്, കൊച്ചു കുഞ്ഞായാലും ചിലപ്പോൾ എൽഡർലി ആൾക്കാരുടെ ഐഡന്റിറ്റി ആയിരിക്കും അവർക്ക് വരുന്നത്. It is a mental health condition known as dissociative identity disorder, in which a person has 2 or more distinct personality states or identities that control their behavior at different times. These identities may have their own names, ages, genders, and behaviors. They can cause memory gaps or amnesia in the affected person, because when they switch over to other personality, അവർ അറിഞ്ഞുകൊണ്ട് സ്വിച്ച് ഓവർ ചെയ്യുന്നതല്ല, ഓട്ടോമാറ്റിക്കലി വന്നു പോകുന്നതാണ്. സ്വിച്ച് ഓവർ ചെയ്യുമ്പോൾ അവരെന്താ സംസാരിക്കുന്നവർ അറിയില്ല. അതാണ് നമ്മൾ ശോഭന ചോദിക്കുന്നത്, ഞാൻ എന്താ പറഞ്ഞ നകുലേട്ട, ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നതാണ്. വെച്ചാൽ അവർക്കറിയില്ല എന്താ ഒരു അമ്നീഷ്യ വരും. ആ പീരീഡിനകത്ത് അവർക്കൊരു അമ്നീഷ്യ വരും. ഇതാണ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയെ പറ്റിയുള്ള ഇൻട്രഡക്ഷൻ. Now, symptoms of split personality. It shows the presence of 2 or more. അതായത് ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി വരണമെങ്കിൽ ഒരു വ്യക്തിക്ക് 1-ൽ കൂടുതലുള്ള ഐഡന്റിറ്റീസ് വരണം, എന്നാലേ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ആവത്തുള്ളൂ. അത് ഈ presence of 2 or more, it need not be 2, it can be more. ഇപ്പോൾ നമ്മൾ as we go we'll find some people are having 10 or 15 identities. അതുകൊണ്ട് സിംറ്റംസ് ഇതാണ്. അതായത് അവരുടെ ബിഹേവിയറിലാണ് അറിയുന്നത്. അവരുടെ അപ്പിയറൻസ് ഒക്കെ അതേപോലെ തന്നെ ഇരിക്കുമായിരിക്കും കാണാൻ, പക്ഷെ ബിഹേവ്, ആ പേഴ്സണാലിറ്റിയുടെ ഇതാണ് വരുന്നത്. Gaps in memory often relate to daily activities, personal information, traumatic events. See, when they change their personalities, they will not remember what they have talked or what they are doing. അതാണ് ഞാൻ പറഞ്ഞ നേരത്തെ മണിച്ചിത്രത്താഴില് ശോഭന ചോദിക്കില്ല, അതിലേട്ട ഞാൻ എന്താ സംസാരിച്ചതെന്ന് ചോദിക്കുന്നത് വെച്ചാൽ അവർക്കറിയില്ല അവരെന്താ
See, when somebody behaves like that, behaves in odd fashion, not expected of them, then they say they don't remember. That means they are suffering from this particular disorder called split personality, which is known as a dissociative identity disorder, technically. Feeling disconnected from oneself or one's own surrounding. Once they become to change the other personality, they will not have any connection with their original self or original surroundings. They are in a different world, entirely different world. Sudden mood changes, behavioral shifts that seem out of character. പെട്ടെന്ന് ആളുടെ മൂഡൊക്കെ മാറിപ്പോവും. ചിരിച്ചു കളിച്ചോണ്ടിരിക്കുന്നവർ പെട്ടെന്ന് ദേഷ്യം വരികയോ അല്ലെങ്കിൽ കരയുകയോ എന്നുവെച്ചാൽ ബിക്കോസ് ആ പേഴ്സണാലിറ്റിയുടെ ഇതാണ് അവർ കാണിക്കുന്നത്. ഡിസ്റ്റോർട്ടഡ് പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി ഓർ ഫീലിംഗ് ലൈക്ക് ഒബ്സർവർ ഓഫ് ഓൺസ് ലൈഫ്. ഇപ്പം എനിക്കാണ് ഡിസ്റ്റോർട്ടഡ് പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ when I have other identity, I will be an observer of that. I may not remember. I will be an observer of that, but I may not remember anything. These are all the symptoms to any person who is evidencing this type of symptoms. Then you can perceive he has got a split personality disorder. സാധാരണ ആൾക്കാർ സാധാരണ നമ്മൾ rarely we meet such people, because usually what they do is, if anybody is identified with split personality disorder, usually അവരുടെ ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സൊക്കെ അവരെ സൊസൈറ്റിയിൽ നിന്ന് പയ്യെ മാറ്റി നിർത്തിയേക്കും. നീഡ് നോട്ട് മിങ്കിൾ വിത്ത് ദം ഉള്ളത് മാറ്റി നിർത്താൻ ശ്രമിക്കും. അതുകൊണ്ട് നമ്മൾ റെഗുലറായിട്ടും കാണത്തില്ല. പക്ഷേ ദീസ് ആർ ദ സിംപ്റ്റംസ് ഫോർ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. There should be some cause for everything. ഇത് പറയുന്ന കാസ് സിവിയർ ചൈൽഡ്ഹുഡ് ട്രോമ, ചെറുപ്പത്തിലെ കുഞ്ഞിലെ ഉള്ള ചൈൽഡ്ഹുഡ് ട്രോമ. അതായത് ഇൽട്രീറ്റ് ചെയ്യുക, ചില ബ്രോക്കൺ ഫാമിലിയിലൊക്കെ ചില കുട്ടികളൊക്കെ ആണായാലും പെൺകുട്ടികളായാലും അവർ ഇൽട്രീറ്റ് ചെയ്യുക, മിസ്ഹാൻഡിൽ ചെയ്യുക, അവരെ അബ്യൂസ് ചെയ്യുക. ഇതൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ പേഴ്സണാലിറ്റി ചേഞ്ച് വരുന്നതാണ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിക്ക് വഴിയൊരുക്കുന്നത്. റിപ്പീറ്റഡ് എക്സ്പോഷർ ടു ട്രോമാറ്റിക് ഇവൻറ്റ്സ്. അതായത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു നല്ലൊരു ഫാമിലിയിലാണെങ്കിൽ ഒന്നും വരില്ല. അതിനാണ് പറയുന്നത് ദി പേരൻസ് ഷുഡ് സ്പെൻഡ് ടൈം വിത്ത് ചിൽഡ്രൻ. അവരുടെ സംസാരിക്കണം, ജോബിലായിട്ടിരിക്കണം, അല്ലാതെ ഇതായിട്ടിരിക്കരുത് ഒരിക്കലും. അവരുടെ ഇൻവോൾവ് ചെയ്യിക്കണം. So they should always feel my parents are my protecting layers and feel ചെയ്യണം. അല്ലാതെ when they are exposed to traumatic events, എടുത്തോ ഇല്ലെങ്കിൽ വേറെ പണമൊക്കെ കാണുമായിരിക്കും, പക്ഷേ കാശുകാരന് സർവൻസ് എടുത്ത് കൊടുക്കുമ്പോഴേ they will be exposed to various traumatic experiences. അതൊക്കെ അഫക്റ്റ് ചെയ്യും, അവരുടെ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യും. അത് നിങ്ങൾ കണ്ടാലേ അറിയാം. പല വീട്ടിലും ഈ കുട്ടികൾ വളർത്തിയ കുട്ടികളും അല്ലാത്ത കുട്ടികളുടെ ബിഹേവിയർ കണ്ടാൽ അറിയാം അവരുടെ ഇതൊക്കെ. ഇറ്റ് അഫക്ട്സ് അവരെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു, അവരുടെ പേഴ്സണാലിറ്റി അതുപോലെ അഫക്റ്റഡ് ആയിപ്പോകും. ഹൈ ലെവൽ ഓഫ് സ്ട്രെസ് വിച്ച് ട്രിഗർ സ്വിച്ചിങ് ബിറ്റ്വീൻ ഐഡന്റിറ്റീസ്. ഹൈ സ്ട്രെസ്, അത് ഈവൻ ഫോർ ഗ്രോൺ അപ്പ് പീപ്പിൾ ഓൾസോ അപ്ലിക്കബിൾ. When already a person has got a split personality, indication is there. When he is subject to high stress, then high stress എന്ന് വെച്ചാൽ need not be physical stress അല്ല, mental stress ആണ് പറയുന്നത്. mental stress വരുമ്പോൾ when they find they are unable to cope up with the situations, അവരുടെ ഇതങ്ങ് സ്വഭാവം അങ്ങ് മാറും. അതാണ് ചില ആൾക്കാർ പെട്ടെന്ന് ബഹളം ഉണ്ടാക്കുകയും ഇതൊക്കെ ചെയ്യുന്നത്. ഈ നോൺ split personality person, but when they find they are unable to cope up with the situation, they lose their temper. അവരുടെ കൺട്രോൾ അങ്ങ് പോയി. ഇതാണ് കാസസ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഇത് ചൈൽഡ്ഹുഡ് ട്രോമ, റിപ്പീറ്റഡ് എക്സ്പോഷർ ടു ട്രോമാറ്റിക് ഇവന്റ്സ് ആൻഡ് ഹൈ ലെവൽ ഓഫ് സ്ട്രെസ് വിച്ച് ട്രിഗർ. ഈ സ്ട്രെസ്സാണ് ട്രിഗർ ചെയ്യുന്നത്. ട്രിഗർ ചെയ്യുന്ന വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇതിനാണ്. ഓൾറെഡി ഇവർ മൈൻഡ് ഈസ് അൺസ്റ്റേബിൾ ആയിരിക്കുന്ന ആൾക്കാരായിരിക്കും മിക്കവാർക്കും. ഇന്നലെ സ്റ്റേബിൾ മൈൻഡുള്ള മനുഷ്യന് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി വരത്തില്ല. അൺസ്റ്റേബിൾ ആയിട്ടിരിക്കുന്നവർക്കാണ് വരുന്നത്. അവർക്ക് വെൻ ദേ ഹാവ് മെന്റൽ സ്ട്രെസ് കൂടുന്തോറും നമ്മൾ തന്നെ അല്ല, വളരെ സ്നേഹമായിട്ടും ഇതായിട്ട് പെരുമാറുന്ന ഒരു മനുഷ്യൻ തന്നെ സ്ട്രെസ് കൂടുമ്പോൾ ബിഹേവിയർ അങ്ങ് മാറിപ്പോവും. അത് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് അത് കൂടുതലാണ്. അവരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിപ്പോവും. അതാണ് കാസ് ഓഫ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി.
ട്രീറ്റ്മെന്റ്, ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ? ട്രീറ്റ്മെന്റ് ഉണ്ടോ? ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന്റെ ട്രീറ്റ്മെന്റ് അൺലൈക്ക് ദി ട്രീറ്റ്മെന്റ് ഫോർ അതർ ഡിസോർഡേഴ്സ്, ടൈം ഡ്രോൺ ഇതാണ്, ട്രീറ്റ്മെന്റ് ആണ്. അത്ര പെട്ടെന്നൊന്നും ഓവർനൈറ്റ് മരുന്ന് കൊടുത്തൊന്നും പോകത്തൊന്നുമില്ല. ട്രീറ്റ്മെന്റ് സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, മെഡിക്കേഷൻ രണ്ടും ഉണ്ട്. സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ടോക്ക് തെറാപ്പി, ദാറ്റ്സ് എ പ്രൈമറി ട്രീറ്റ്മെന്റ്. അതായത് if somebody has got the tendency to have a full personality, talk to him. സ്നേഹത്തോടെ സംസാരിച്ച് what is your problem? If you are behaving like this, ഇങ്ങനെ ഒരു സ്നേഹത്തോടെ, so that you gain their confidence, so that they will open up to you saying അവരെ ഡിഫിക്കൽട്ടി എന്തുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്, why are they are talking like this എന്ന് പറയും. That is one of the psychological treatment ആണ് psychotherapy. Trauma focus therapy analyzing past traumatic. When you have a patient, you may be knowing his past history and the various experiences you would have undergone. Somebody would have told him വീട്ട് ഫാമിലിയിൽ പറഞ്ഞു കാണും, അല്ലെങ്കിൽ വേറെ ഫ്രണ്ട്സ് പറഞ്ഞു കാണും. അപ്പം അതിനെ ഫോക്കസ് അനലൈസ് ചെയ്തിട്ടുള്ള തെറാപ്പി, അതിനെ ഫോക്കസ് ചെയ്യുക. ഇങ്ങനെ ഫോർ എക്സാമ്പിൾ ഒരുപാട് ഫിസിക്കൽ ടോർച്ചർ കൊടുത്തൊരു വീട്ടിലാണെങ്കിൽ അതിനെപ്പറ്റി അത് ഫോക്കസ് ചെയ്ത് അതിൻ്റെ റൂട്ട് കാസ് കണ്ടുപിടിച്ചിട്ട് അതിനെ അഗേൻസ്റ്റ് അവർക്ക് അഡ്വൈസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ബോൺ ചെയ്യുക, ഇല്ലെങ്കിൽ അവരെ സമാധാനപ്പെടുത്തുക. ഇനി അങ്ങനെയൊന്നും വരക്കൊന്നുമില്ല കുഞ്ഞ്, ഇറ്റ്സ് ഓൾ റൈറ്റ്, മുന്നോട്ട് പോവാം എന്നുള്ളത് അവർക്ക്. ഈ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഇറ്റ്സ് ഓൺലി ഫോർ ബിൽഡിംഗ് കോൺഫിഡൻസ് ഇൻ ദി പേഷ്യന്റ്. ആം ഐ റൈറ്റ് ഡോക്ടർ സാബു? ആണോ? ഈ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങിന് വേണ്ടിയുള്ളതല്ലേ മുഴുക്കെ? പേഷ്യൻസിന്റെ കോൺഫിഡൻസ് ബിൽഡിങ്ങിന് വേണ്ടിയുള്ള ഇതാണ്. പിന്നെ cognitive behavior therapy has to manage negative thoughts and behavior. See, most of these patients who are having this disorder will always have negative thoughts and behavior. എല്ലാം നെഗറ്റീവായിട്ട് അവർക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. എല്ലാം because the whole world is against me, all are against me, എൻ്റെ ഓഫീസിൽ everybody is against me, എൻ്റെ ഫാമിലിയിൽ nobody trusts me, എൻ്റെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒന്നും എൻ്റെ വിശ്വാസമില്ല. നിങ്ങൾ വരുമ്പോഴേ അതിനെ മാനേജ് നെഗറ്റീവ് അങ്ങനെയല്ല. ടു സ്ലോലി, ഇതൊക്കെ ഓവർനൈറ്റ് കൊണ്ടൊന്നും തീരുന്നില്ല, പയ്യെ പറഞ്ഞൊക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ. അവർക്ക് ആ ഫീലിംഗ് മാറ്റണം. They may have some reason. There would have been some occasion where they were, punished or shouted at by the other people. അങ്ങനെയല്ല, അവർക്ക് നിന്റെ ദേഷ്യമൊന്നും ഇല്ല. അതുകൊണ്ട് വേറെ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഉള്ള തെറാപ്പിയാണ് ബിഹേവിയറൽ തെറാപ്പി. അതായത് നീ ഇങ്ങനെ അവരെ കാണുമ്പോൾ നെഗറ്റീവായിട്ടൊന്നും ഇരിക്കരുത്, യൂഷ്വലായിട്ടെങ്കിൽ ബിഹേവ് ചെയ്യണം. ദെൻ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി, DBT എന്ന് പറയും, ഫോർ എമോഷണൽ കോപ്പിംഗ് സ്ട്രാറ്റജീസ്. അങ്ങനെ വന്നാൽ ഹൗ ടു കോപ്പ് അപ്പ് വിത്ത് ദീസ് തിങ്സ്. അങ്ങനെ തന്നെ ഒരു ഇത് വന്ന് എമോഷണൽ എന്തെങ്കിലും വരികയാണെങ്കിൽ ഹൗ ടു കോപ്പ് അപ്പ് വിത്ത് ദ സിറ്റുവേഷൻ. അങ്ങനെ നിങ്ങൾക്ക് ഫീലിംഗ് തോന്നുകഴിഞ്ഞാൽ നീ എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെ റിയാക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസിലി സെറ്റ്, ബട്ട് ദാറ്റ് ഇസ് ഐ ടോൾഡ് ദിസ് ഓൾ ദീസ് ട്രീറ്റ്മെന്റ്സ് ആർ ടൈം ഡ്രോൺ ട്രീറ്റ്മെന്റ്, നോട്ട് സ്പ്രെഡ് ഓവർ നമ്പർ ഓഫ് ഡേയ്സ്. ഒരു സിറ്റിങ്ങിലോ 2 സിറ്റിങ്ങിലോ തീരുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ് ഇസ് ഗോയിങ് ഓൺ ടെല്ലിങ്. ഇന്റേണൽ ഫാമിലി സിസ്റ്റം തെറാപ്പി ഇതാണ്. അതായത് യൂഷ്വലി ഫോർ എ പേഴ്സൺ ഐഡന്റിഫൈഡ് വിത്ത് ദി പേഴ്സണാലിറ്റി സിൻഡ്രോം ഉള്ള ആളെ ഒതുക്കാൻ നോക്കും ആൾക്കാർ. ബിക്കോസ് ഫാമിലി സർക്കിളിനകത്ത് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നീ വരണ്ട കേട്ടോ എന്ന് പറഞ്ഞേക്കും. പക്ഷെ ഇവർക്ക് അറിഞ്ഞൂടെ ഇയാൾ എങ്ങനെ ബിഹേവ് ചെയ്യാൻ പോകുന്നല്ല, ഈ പെണ്ണ് എങ്ങനെ ബിഹേവ് ചെയ്യാമെന്ന് പറയാൻ പറ്റത്തില്ല. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഒതുക്കാൻ നോക്കും. അത് പാടില്ല. അത് ഒതുക്കാൻ നോക്കുമ്പോഴാണ് അവർക്ക് we are not wanted by others. We are not wanted by others എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ ഫീൽ ചെയ്യും. We are not wanted by others. We are not wanted by others. So അവരെ കൂടുതൽ ഒന്ന് ചേർത്തുകൊണ്ട് പോകണം. അവരെ നമ്മൾ ഒന്നിച്ച് കൊണ്ടുപോയാൽ മാത്രമേ അവർക്ക് കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തു. ഈ പറഞ്ഞ എല്ലാം, ഈ സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് എല്ലാം, ടോക്ക് തെറാപ്പി ആയാലും, ട്രോമ ഫോക്കസ് തെറാപ്പി ആയാലും, കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആയാലും, ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി ആയാലും, ഇന്റേണൽ ഫാമിലി സിസ്റ്റം ആയാലും, all are done to build the confidence of the
പേഷ്യൻറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് തെറ്റാണ്. ബിക്കോസ് എ പേഴ്സൺ സപ്പോസ് ഹാവ് ബീൻ അഫക്റ്റഡ് വിത്ത് ദിസ് സിൻഡ്രോം, അതിനെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്കുകളാണ്. അതിന് ഇവിടെ മരുന്നൊന്നും കൊടുക്കുന്നില്ല. ഇപ്പോൾ ഓൺലി യു ആർ ഹാവിങ് എ ടോക്ക് ടു ഹിം കണ്ടിന്യൂസ്ലി, not once or twice, but for a long period of time. So in the course of time, he will develop confidence in the person. For example, Dr. Sabu ആണ് ഡോക്ടർ എന്ന് വെച്ചോളൂ. സംസാരിക്കുമ്പോൾ when I see him, I will have confidence. So I can talk to him. So I will open up with my mind, telling my difficulties. So this is one of the psychological treatment. Next treatment is usual medication, antidepressant, because most of these psychological people, the syndrome എന്നുള്ളവർക്ക് they'll be depressed naturally, because they know they are not wanted by the society. They are not others consider them as outcast, unwanted persons. So depression വന്നു പോകും. ആൻഡ് അതിന് ഒരു ആൻറ്റി ഡിപ്രഷൻ മെഡിസിൻ കൊടുക്കേണ്ടി വരും അവർക്ക്. അതുപോലെ ആൻറ്റി ആങ്സൈറ്റി, ദേ വിൽ ബി ഓൾവേസ് ആങ്ഷ്യസ്. സി ദേ ദംസെൽസ് നോ ദർ ഇസ് സംതിങ് റോങ് വിത്ത് ദം. അവർക്ക് അവരെന്ത് ഐഡന്റിറ്റി ആണെന്നുള്ളത് അവർക്ക് അറിയില്ല. കാരണം വെച്ചാൽ പക്ഷെ എന്തോ ഐ ആം നോട്ട് നോർമൽ പേഴ്സൺ എന്നുള്ളത് അവർക്ക് അറിയാം. ഒരു ആങ്സൈറ്റി ആണ്, എന്തോ വാട്ട് ഈസ് ഹാപ്പനിങ് ടു മീ. ആൻറ്റി സൈക്കോസിസ് സെയിം തിങ് തന്നെ, ഫീലിങ്സ്. ഹൈപ്നോ തെറാപ്പി എന്നുണ്ട്. ഇത് ഐ തിങ്ക് ഐ ആം വാട്ട് ഹിപ്പോട്ടനൈസ് ചെയ്തിട്ട്, അതായത് ഈ നിങ്ങളെ ഹിപ്പോട്ടനൈസ് ചെയ്തിട്ട് ആ വേൾഡിലേക്ക് കൊണ്ടുപോകും. പക്ഷെ റെയർലി യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. Because that is a very dangerous thing. Sometimes you will not be able to come back to the original. Am I right, Dr. Sabu? Yes. Hypnotize ചെയ്ത് കഴിഞ്ഞാൽ, hypnotize ചെയ്ത് കഴിഞ്ഞാൽ you will be able to take him to that particular situation. Then you should come back to your original situation. ചിലപ്പോൾ വരാൻ പറ്റത്തില്ല. അപ്പോൾ വളരെ വേഴ്സായി. അതുകൊണ്ട് that is വളരെ റെയറായിട്ട് യൂസ് ചെയ്യുന്നൊരു ട്രീറ്റ്മെന്റ് ആണ് ഹൈപ്നോതെറാപ്പി. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ ഉപയോഗിക്കണം. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾ ചെയ്യണം. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ചെയ്യാൻ പാടുള്ളൂ. ഗ്രൗണ്ടിങ് ടെക്നിക്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, അതായത് മെഡിറ്റേഷൻ ഇരിക്കാൻ പറയുക, സ്റ്റേയിങ് കണക്റ്റഡ് റിയാലിറ്റി. ഈ നമ്മുടെ സറൗണ്ടിങ്സ് ആയിട്ട് സ്റ്റേ കണക്റ്റഡ്. ട്രൈ ടു അസോസിയേറ്റ് വിത്ത് യുവർ സറൗണ്ടിങ്സ്. ഈ സാധാരണ പേഴ്സണാലിറ്റി എന്താ പറയുക, സ്വിച്ച് ഗോ അവേ ഫ്രം ദ റിയാലിറ്റി. ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ് വേറെ പോകുന്നതുകൊണ്ടാണ് കുഴപ്പം വരുന്നത്. അതിന് അവരെ മെഡിറ്റേഷൻ ചെയ്യാൻ പറയുക, അഡ്വൈസിങ് ദം ടു കണക്ട് റിയാലിറ്റി. പിന്നെ whenever they change our behavior വരുമ്പോൾ അതിനെ ട്രാക്ക് റെക്കോർഡ് വെക്കുക. എങ്ങനെയാണ് അത് മാറിപ്പോകുന്നത്, അണ്ടർ വാട്ട് സിറ്റുവേഷൻ their behavior changes. ദിസ് ഈസ് ഡോക്ടറിൻ്റെ ഫിസിഷ്യൻ്റെ ജോലിയാണ് ഇതൊക്കെ. എങ്ങനെയാണ്, എന്ത് വരുമ്പോഴാണ് ഹിസ് ഓവർ. ചില കാണുമ്പോൾ ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ ഈ അന്യൻ സിനിമയിൽ, ഞാൻ റിപ്പീറ്റ് പറയാൻ കാരണം അതിനകത്ത് വെൻ ഈ സീ സംതിങ് ബാഡ് ഹാപ്പൻസ്, സം ഇൻജസ്റ്റിസ് ഇസ് ഡൺ ടു പീപ്പിൾ, he immediately changes behavior. He is not connected to such people, but when he says somebody is shown injustice, his behavior changes. He becomes violent. So ഇങ്ങനെയുള്ള ട്രാക്ക് റെക്കോർഡൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അതിനെ കഴിയുന്നതും യു ട്രൈ ടു അവോയ്ഡ് സെറ്റ് തിങ്സ്. ബിക്കോസ് ഇതൊക്കെ ഓവർനൈറ്റ് കൊണ്ട് ചെയ്തു തരാത്തതുകൊണ്ട് ഒരു കോഴ്സ് ഓഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ യു ക്യാൻ ബ്രിങ് ദ പേഴ്സൺ ബാക്ക് ടു ദി ഒറിജിനൽ identity. Support system, group therapy with others who had it, and family circle. ചില ആൾക്കാർക്ക് നമുക്കൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, ഇതൊരാരൊന്നും പറഞ്ഞില്ല കൊണ്ടുപോകുമെന്ന് അറിയില്ല. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർ കാണുമല്ലോ, അവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തിട്ട് ദീസ് ആർ ഓൾ ടു ബിൽഡ് അപ്പ് കോൺഫിഡൻസ്. അഗെയിൻ ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ബിൽഡ് അപ്പ് ദി കോൺഫിഡൻസ് വേണ്ടി മാത്രമാണ്. ബിക്കോസ് ആസ് ഐ ടോൾഡ് ഇൻ ദി ബിഗിനിങ്, ഇറ്റ്സ് എ മെന്റൽ ഡിസോർഡറിന് മരുന്നിനേക്കാളും കൂടുതൽ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുന്നതിലാണ് കൂടുതൽ വരുന്നത്. അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഗ്രൂപ്പ് തെറാപ്പി വിത്ത് അതേഴ്സ്. നേരത്തെ ഇതുമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് രക്ഷപ്പെട്ടു. പിന്നെ ഫാമിലി ഫ്രണ്ട് സർക്കിളിനകത്ത് കൂടുതൽ ആൾക്കാരുമായിട്ട് അവരായിട്ട് അസോസിയേറ്റ് ചെയ്യുക. അതായത് അയാൾ ഒതുക്കാതിരിക്കുക, ഈ പർട്ടിക്കുലർ പേഷ്യൻറ്റിനെ ദേ ഷുഡ് നോട്ട് ഐസൊലേറ്റ് ഹിം ഫ്രം സർക്കിൾ. ഞാൻ പറഞ്ഞ പോലെ, ഇഫ് ദർ ഇസ് എ ഫംഗ്ഷൻ, ഹരി വരേണ്ട ആവശ്യമില്ല, വന്ന പ്രശ്നക്കാരനാ വേണ്ട,
അങ്ങനെ പറയരുത്. അവനെയും വിളിച്ചുകൊണ്ട് പോയി എല്ലാവരും കൂടെ മിങ്കിൾ ചെയ്ത് സോ ദാറ്റ് ആ കോൺഫിഡൻസ് അടുത്തൊക്കെ വേണ്ടിയാണ് ഗ്രൂപ്പ് ഫാമിലി ആൻഡ് ഫ്രണ്ട് സർക്കിളിനകത്ത് he should feel that he is one among others. He is not a different person. പിന്നെ ലോങ് ടേം ഗോൾസ് അത് ഇത് എന്ന് വെച്ചാൽ ആസ് ഐ ടോൾഡ് യു ഏർലിയർ ദിസ് syndrome is when you have got more than two identical states in a person, അതിനെ ഈ ഇന്റഗ്രേഷൻ വെച്ചാൽ അതിനെ ഒന്നാക്കാൻ നോക്കും. അതായത് മറ്റേ രണ്ട് ഇപ്പം എനിക്ക് 2 ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ 3 ഐഡന്റിറ്റി ഞാൻ അല്ലാതെ 2 ഐഡന്റിറ്റി ഉണ്ടെങ്കിൽ they will try to merge all identities into myself, original identity. അതിനാണ് ചെയ്യുന്നത്. മറ്റേ നശിപ്പിച്ചു കളയും. അത് slowly it will be rooted out of his mind by it's a long term goal. അത് it is again like I told you earlier, it's time consuming. Going on having you had to undergo therapies, sitting with your psychiatrist for long period, discussion, everything. ഒന്ന് അങ്ങനെ റൂട്ട് ഔട്ട് ചെയ്ത് മെർജ് ചെയ്യുക. വേറൊന്ന് യു റീറ്റെയിൻ ഐഡന്റിറ്റി. ഇതായാലിപ്പോൾ ഒന്നും ശരിയാക്കാൻ പറ്റത്തില്ല, അതൊന്നും ശരിയാവുന്ന ലക്ഷം എന്ന് വെച്ചാൽ ഇത് 2-3 ഐഡന്റിറ്റി റീറ്റെയിൻ ചെയ്തിട്ട് കോ എക്സിസ്റ്റ് ചെയ്യാൻ പേഴ്സണൽ കീപ്പ് ഇൻ ടാഗ് ഡിസ്റ്റിങ്ക്റ്റ് ആക്കാൻ വേഗം ചെയ്യുക. ഇതിനാണ് മെഡിക്കേഷൻ ഉള്ളത്, മെഡിക്കേഷൻ. യൂഷ്വലായിട്ട് ഡൗട്ട് ആൾക്കാർക്ക് വരുന്നത് സ്കിസോഫ്രീനിയ എന്നൊരു പരിപാടിയുണ്ട്. അത് ഇത് ഒന്നാണോ എന്ന് ചോദിക്കും, അല്ലേ? ഒന്നല്ല. സ്കിസോഫ്രീനിയയ്ക്കും ഇത് നമ്മുടെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിക്കും ഡിഫറൻസ് ഉണ്ട്. DID, that's a dissociative identity distinct differential person has 2 or more distinct personalities, നേരത്തെ പറഞ്ഞത്, that control at different times, whereas a person affected with schizophrenia experience hallucination, delusion, disorganized thinking, and difficulty distinguishing reality from fiction. That is schizophrenia, the personality is one, but he suffers from hallucination. അതായത് രാത്രി പോകുമ്പോൾ പേടിക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും കണ്ട് പേടിച്ചു പോവുക. വേറെ അയാൾ തന്നെയാണ് പേടിച്ചു പോകുന്നത്, വേറെ ആരുമല്ല. അതാണ് DID ഉള്ളവർക്ക് മോർ ദൻ 2 ഡിസ്റ്റിങ് പേഴ്സണാലിറ്റീസ് കാണും. പക്ഷേ സ്കിസോഫ്രീനിയ ആൾക്കാർക്ക് ഒരൊറ്റ പേഴ്സണാലിറ്റിയേ ഉള്ളൂ. They experience hallucination, delusion, disorganized thinking, difficulty. DID will have multiple memory gaps. Naturally, when you switch over to other identity, as I told you earlier, you will have a temporary loss of memory, amnesia vary. Because when you switch over from A to B, as long as you are in the position of the B, you will not remember what A will not remember what is happening. When he switches back to A, for the original position, the original person will not have, the identity will not have. Your personal on and same, different identity will not have any memory, gaps vary. Whereas schizophrenia man suffer psychosis, hallucination and delusion. Delusion മാത്രമേ ഉള്ളൂ, അതേ ഉള്ളൂ. അവർക്ക് ഈ മെമ്മറി ഗ്യാപ്പും ഒന്നും വരത്തൊന്നുമില്ല. DID different personalities talk, whereas in schizophrenia hears external voices. DID people, when you have got more than 2 personalities ഉള്ളപ്പോൾ അവർ സംസാരിക്കുക 3 പേരുടെ സംസാരിക്കുന്നത്. Again, I am coming to that film, she is that ശോഭന നാഗവല്ലിയായിട്ട് സംസാരിക്കും, മറ്റേ ഗംഗയായിട്ട് സംസാരിക്കും. ഗംഗയായിട്ട് സംസാരിക്കുമ്പോൾ നാഗവല്ലി സംസാരിച്ച ഓർമ്മ കാണത്തില്ല, കാണത്തില്ല. അപ്പോൾ DID മെമ്മറി ഗ്യാപ്സ് വരും. വേറെ സ്കിസോഫ്രീനിയക്കാർക്ക് അങ്ങനെ വരത്തില്ല. അവർക്ക് മെമ്മറി ഗ്യാപ്സ് ഒന്നുമില്ല. അവർക്ക് ഓർമ്മ കാണും, പക്ഷെ അവര് ഒരു ഹാലുസിനേഷൻ, എന്തോ ഡെലൂഷൻ, സത്യം എന്താണെന്ന് അവർക്കറിയില്ല, എന്തിനെയോ പറ്റി ആലോചിച്ച് പേടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയും ചെയ്യും. DID may feel detached but no reality, whereas schizophrenia often loses touch with reality. DID ആൾക്കാര് reality, but they feel detached. പക്ഷെ റിയാലിറ്റി എന്താണെന്നറിയും. പക്ഷെ സ്കിസോഫ്രീനിയക്കാർക്ക് ഹാലുസിനേഷൻ ഇത് കഴിഞ്ഞാൽ റിയാലിറ്റി ആയിട്ട് ബന്ധം കാണത്തില്ല. എന്തെങ്കിലും പിച്ചും പെയ്യൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, ആ ടൈപ്പാണ്. ഇവർ പിച്ചും പെയ്യും പറയില്ല. ഇവർ പറയുമ്പോൾ
ആ പർട്ടിക്കുലർ ഐഡന്റിറ്റിയെ ഇതേ പറയത്തുള്ളൂ. In case of DID, focused physiotherapy method is used for treatment as in schizophrenia, antipsychotic medication is employed. In case of DID, focused physiotherapy method is used for treatment. അവിടെ മെഡിക്കേഷനെക്കാളും DIDക്ക് ഫിസിയോതെറാപ്പിയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ബിക്കോസ് ഗോ ഓൺ ടോക്ക് ടു മെഡിസിനെക്കാളും കൂടുതൽ എഫക്റ്റഡ് ആണ്. വേറെ സ്കിസോഫ്രീനിയക്ക് ആന്റിസൈക്കോട്ടിക് മെഡിക്കേഷൻ കൊടുക്കും. അവർക്ക് ഇങ്ങനെ ഹോൾസെഷൻ വരാതിരിക്കാൻ വേണ്ടിയും അവരെ ഡള്ള് ചെയ്യാൻ, അതായത് അവരെ ഇത് കൊടുക്കുക, ആൻറ്റി ഡിപ്രസൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഉറങ്ങാൻ കൊടുക്കുക. അപ്പോൾ മറന്നു ഉറങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും ഓർമ്മ കാണത്തില്ല, ബഹളം ഹോൾസെഷൻ തോന്നില്ല, ഡിലൂഷൻ തോന്നില്ലല്ലോ. ആ ഡിഫറൻസ് ഉണ്ട്. ഇനി ഇത്രയും ആണ് ജനറലായിട്ട് ഉള്ള സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയുടെ ഡീറ്റെയിൽസും. ഇനി ഇതുള്ളത് ഒരുപാട് ഫേമസ് ബുക്സും ഒരുപാടുണ്ട്, ബുക്സും ഇതൊക്കെ ഉണ്ട്. അതിനകത്ത് 1-2 ഞാൻ പറയാം. ഡോക്ടർ ജേക്കൽ ആൻഡ് മിസ്ട്രൈഡ്, റോബർട്ട് ലൂയിസ് സിമൻസൺ, വളരെ ഫേമസ് ആണ്. എല്ലാവരും നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോഴേ പഠിച്ചിട്ടുള്ളതാണ്. ഡോക്ടർ ജേക്കൽ നല്ലൊരു ഡോക്ടർ, who is accepted in society, but by evening he becomes an entirely different person. He goes on indulging in all antisocial activities. 3 phases he റിയൽ ലൈഫ് സ്റ്റോറിയാണ്. വേറൊന്ന് സിബിൽ ബൈ ഫ്ലോറ ഷ്രിബർ, എ റിയൽ ലൈഫ് സ്റ്റോറി ഓഫ് ഷെർലി മോസസ്, who reportedly had 16 distinct personalities. 16 distinct personalities. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ 16 ഇപ്പോൾ അവരെ ട്രീറ്റ് ചെയ്യാൻ എന്ത് പാടുപെട്ടു. മൈൻഡ്സ് ഓഫ് മില്ലിഗൻ ബൈ ഡാനിയൽ കീസ്, അഗെയിൻ ലൈഫ് സ്റ്റോറി ഓഫ് മാൻ ഓഫ് മോർ ദാൻ 24 distinct different personalities. ഇങ്ങനെ 24 പേഴ്സണാലിറ്റീസ് ആയിട്ട് നടക്കുന്നത്. സത്യം ഇതൊക്കെ ഒരു ശാപമാണ് ഒരാൾക്ക് ജീവിതത്തിൽ. ഇത് അവർക്ക് മാത്രമേ അവർ കൂടെയുള്ളവർക്കും ഉള്ള വലിയൊരു ശാപമാണ്. പക്ഷേ ഇതൊക്കെ ഇതിനെപ്പറ്റി ഇത്രയൊക്കെയാണ് എനിക്ക് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയെ പറ്റി സംസാരിക്കാനുള്ളത്. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. Yes, sir. Thank you very much. Screen sharing ഒന്ന് മാറ്റിക്കോ. സ്ക്രീനിന്റെ ഷെയറിംഗ് ഒന്ന് മാറ്റിക്കോ. ഇതൊക്കെ വലിയ സ്റ്റോപ്പ് ഷെയറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. സോ സാറ് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഭാഗത്തെ കുറിച്ച് സംസാരിച്ചത്. ഒരു മാനസിക വൈകല്യമാണ്. അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പ്രത്യേകിച്ച് ഓർമ്മയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഓർമ്മയിൽ ഉണ്ടാകുന്ന ഗ്യാപ്പുകൾ, ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ സാദ്യം പറഞ്ഞതുപോലെ കുട്ടിക്കാലത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുടെ തുടർച്ചയായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് നമുക്ക് അതിനെ കാണാം. അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ഒത്തിരി പ്രശ്നങ്ങൾ, പല പേഴ്സണാലിറ്റികളായിട്ട് വ്യക്തികൾ മാറുകയാണ് ഓരോ സാഹചര്യത്തിലും. ഒരുപക്ഷെ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള ആഴത്തിലുള്ള പീഡനങ്ങളോ അല്ലെങ്കിൽ മാനസിക ആഘാതങ്ങളോ ഒക്കെ മറ്റ് വ്യക്തിത്വം ആയി മാറുന്നതിന് പല കാരണങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. റിജക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അഡിക്ഷൻ, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ അതിന് കാരണമായി വരാം. ഒരുപക്ഷെ ഒരു കാരണമല്ല, പലതരം കാരണങ്ങൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരാം. അപ്പോൾ തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധ വെക്കേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള രോഗികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു സാമൂഹികമായി പറയുമ്പോൾ, വ്യക്തിപരമായിട്ട് മാത്രമല്ല സാമൂഹികമായിട്ട് പോലും അതൊരു വലിയ പ്രശ്നമായിട്ടൊക്കെ മാറാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളെ കൃത്യമായി, പലപ്പോഴും ഇങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ചികിത്സിച്ചാൽ ഭേദമാകുമെന്ന് പോലും അറിയാൻ പാടില്ലാതെ അതെല്ലാം നമ്മുടെ ജീവിതത്തിലുള്ളതാണെന്നൊക്കെ വെച്ച് കൊണ്ട് നടക്കുന്നവരുണ്ട്, ചികിത്സിക്കാൻ മടി കാണിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം പലപ്പോഴും സാധാരണ ആൾക്കാർ വെളിയിൽ പറയില്ല, സ്റ്റിഗ്മയായി പോകും. വെളിയിൽ വന്നു കഴിഞ്ഞാൽ ഫാമിലിയില് ഒതുക്കി വയ്ക്കും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രശ്നം ഉണ്ടാകും. പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഇതുണ്ടല്ലേ, മാനസിക വൈകല്യങ്ങളെ ചികിത്സിക്കുന്നത് നാണക്കേടാണെന്ന് തോന്നുന്ന ഒരു വലിയ സാഹചര്യം. ഇതാണെന്ന് അറിഞ്ഞാൽ പോലും വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശരിക്കും ട്രീറ്റ്മെന്റിനേക്കാൾ ഒരു സൈക്കോ എഡ്യൂക്കേഷന്റെ പാർട്ടാണ്. എന്ന് വെച്ചാൽ കുടുംബപരമായി തന്നെ കൃത്യമായി ശ്രദ്ധയോടെ ഇങ്ങനെയുള്ള ക്ലയന്റുകളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, സൂക്ഷിക്കുക, അവരെ മുന്നോട്ട് ജീവിക്കാൻ സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതൊരു രോഗിയായിട്ട് അടിച്ചമർത്തുക എന്നുള്ളതിനേക്കാളും കൂടുതൽ
ഒരു എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സൈക്കോ എഡ്യൂക്കേഷൻ പാർട്ടാണ് ഇതിന് വളരെ ഇമ്പോർട്ടൻറ്റ്. സാർ ആദ്യം പറഞ്ഞ പോലെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ നല്ലൊരു കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങളെ, അവരുടെ മനസ്സിലുണ്ടാകുന്ന തെറ്റായ ചിന്തകളും ധാരണകളും ഒക്കെയാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഒരുപക്ഷെ ഒരു പേടിയാകാം, രാത്രി ഒരാളെ കണ്ടതാകാം, ഇല്ലെങ്കിൽ ആ വ്യക്തിത്വമാണ് എനിക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നതാകാം. അപ്പൊ മനസ്സിലുണ്ടാകുന്ന ഈ വികല്പങ്ങളെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് മനസ്സിലാക്കി ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ വളരെ വ്യത്യാസമുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ കൃത്യമായിട്ട് ചികിത്സിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു സെഷൻ എന്ന് വെച്ചാൽ ഏകദേശം ഒരു വർഷക്കാലം തന്നെയൊക്കെ ചിലപ്പോൾ 6 മാസത്തിലധികമൊക്കെ ഈ സെഷൻസുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും സാമ്പത്തികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ പലപ്പോഴും അലട്ടാറുണ്ടെങ്കിലും ഇപ്പോൾ നല്ല ചികിത്സാ രീതികളുണ്ട്. അത്യാവശ്യം ചില കേസുകളിൽ നമ്മൾ മെഡിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാറുമുണ്ട്. ഇങ്ങനെ സാർ അത് പറഞ്ഞ പോലെ CBT, DBT ഇങ്ങനെയുള്ള ടെക്നോളജി സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസ് ഒക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് EMDR എന്ന് പറഞ്ഞ ഐ മൂവ്മെന്റ് ഡീസെൻസിറ്റൈസേഷൻ ആൻഡ് റീപ്രോസസിംഗ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എനർജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സൊമാറ്റിക് ടൈപ്പിലുള്ള പ്രോസസ്സുകളും ഇപ്പോൾ ചെയ്യാറുണ്ട്. കോഗ്നേറ്റീവ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബുദ്ധിപരമായ തലമാണ്. ഒരുപക്ഷെ അതിനേക്കാളും എളുപ്പത്തിൽ നമ്മൾ EFT എന്നൊക്കെ പറയുന്ന പോലെ ചില തരത്തിലുള്ള ചികിത്സാ രീതികൾ ഇപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാറുണ്ട്. എനിവേ വളരെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇതുപോലെ 12 തരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനും നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾക്കൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, നിങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കണം എന്ന് പറയാൻ. ഇപ്പൊ നമ്മൾ കൊച്ചുകുട്ടികളില് ലേണിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു ആളാണ്, സ്പെസിഫിക് ലേണിംഗ് ഡിസേബിലിറ്റി എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ഉണ്ട്. കുട്ടികൾ ഈ മൊബൈലും അങ്ങനെയുള്ള ഇന്റർനെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതറിയാലോ, കുട്ടികൾ എളുപ്പം കൈകാര്യം ചെയ്യാൻ വേണ്ടി മൊബൈൽ കൊടുക്കും അല്ലെങ്കിൽ TV കൊടുക്കും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൊബൈലും TVയിലും കുട്ടികൾ അറിയാതെ മായാ ലോകത്തേക്ക് മാറിപ്പോകും. അങ്ങനെയുള്ള കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുന്നത് പോലെ തന്നെ ഇതുപോലത്തെ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികളെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട കെയറും അവർക്ക് വേണ്ട കരുതലും ഒക്കെ കൊടുക്കാൻ തീർച്ചയായിട്ടും ഈ അറിവുകൾ നമുക്ക് ഗുണകരമാവും. സോ ഹരിഹരൻ സാർ, താങ്ക് യു വെരി മച്ച് ഫോർ എ വെരി നൈസ് പ്രസന്റേഷൻ സൈക്കോളജി. സോ താങ്ക് യു. ഈ ബാക്കിയുള്ള കമന്റ് പറയാം. വിജയകുമാർ സാർ. ഞാൻ പറയാം സാർ. താങ്ക് യു വെരി മച്ച് ഹരിഹർ സാർ. വളരെ ഡീപ്പും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സാർ ഈ കാര്യം പറയാം. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് ചെറിയ ഓർമ്മ വന്നത് എന്താ വെച്ചാൽ നമ്മുടെ മഹാഭാരതത്തിലെ കർണനുണ്ട്. കർണൻ ഒരുപക്ഷെ യുധിഷ്ഠിരൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ധർമ്മബോധമുള്ള ധർമ്മിഷ്ഠനായിട്ടാണ് വ്യാസൻ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ അതേസമയം കർണൻ എവിടെയാണ് നിന്നത്? ദുര്യോധന്റെ കൂടെ, അധർമ്മത്തിന്റെ കൂടെയാണ് നിന്നത്. ഈ ഒരു മാനസികമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ ത്രൂ ഔട്ട് ഉണ്ട്. അത് വ്യാസൻ പലയിടത്തും സൂചിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയുടെ ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം അത്. പക്ഷെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ സ്ട്രെങ്ത് കൊണ്ട് പുള്ളി അത് മാത്രമല്ല, ഈ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴൊക്കെ ദുര്യോധനൻ ഇയാളെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദുര്യോധനൻ വന്നിട്ട് ഇയാളെ പോസ് ചെയ്യാണ് വീണ്ടും. അപ്പൊ ദുര്യോധനോടുള്ള ഒരു കടപ്പാട് കാരണം ഇയാൾക്ക് ഈ മറ്റേലേക്ക് ധർമ്മത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പൊ കുന്തി വന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോഴൊക്കെ കുന്തി നേരിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്റെ മോനാണെന്ന് പറയുന്നത്. അപ്പം കർണൻ അറിയാതെ, കർണൻ പറയുന്നുണ്ട് എനിക്കറിയാതെ, പക്ഷെ എന്നാൽ എനിക്ക് ഇദ്ദേഹത്തോടുകൂടി ഉള്ള ഒരു ഒബ്ലിഗേഷൻ കൊണ്ട് എനിക്ക് ധർമ്മത്തിന്റെ കൂടെ, നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് തെറ്റാണ് ചെയ്യുന്നത്, എനിക്ക് ബോധ്യമുണ്ട്. ഇത് ഒരു ഉദാഹരണമാണ്. ഇതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം വേണമെങ്കിൽ ശകുനി ഒരു എക്സ്റ്റെന്റ് വരെ ഇങ്ങനെയായിരുന്നു. പലപ്പോഴും അയാൾ വലിയ ഒരു മോശം ക്യാരക്ടർ അല്ലെങ്കിലും ഈ ഇവരെ ഡീൽ ചെയ്യുമ്പോൾ, പാണ്ഡവരെ ഡീൽ ചെയ്യുമ്പോൾ നല്ല ഒന്നാം തരം കള്ളനും ഒന്നാം തരം ദുഷ്ടബുദ്ധിയും ചതിയനുമായിട്ട് അയാൾ. അതും ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. ഇനി നല്ല പ്യൂർ, ഇതിപ്പോ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനകത്ത് മഹാഭാരത് കണ്ടവർ ശുദ്ധ തമാശയായിട്ട് പറയുകയാണെങ്കിൽ, വെറും തമാശയായിട്ട് ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ രാഷ്ട്രീയക്കാര് അവർക്ക് എത്ര സ്പ്ലിറ്റ് പേഴ്സണാലിറ്റീസ് ആണ് ഉള്ളത് ഒരാൾക്കെന്നുള്ളത് നമുക്ക് തമാശ രൂപേണ പറയാം. അപ്പൊ നമുക്ക് അയാൾ ഒരു രാഷ്ട്രീയക്കാരന് ഇന്ന് ഒരാളെ കാണുമ്പോൾ പെരുമാറുന്നതും അയാള് വേറൊരാളെ കണ്ട് പെരുമാറുന്നതും ഓരോന്നും ഓരോ രീതിയിൽ അവർ പെരുമാറും. അത് മാത്രമല്ല, അവർ ഓരോ പ്രോമിസസ് ഒക്കെ ഓരോ സമയത്ത് കൊണ്ട് കൊടുക്കും, ഓരോ സമയത്ത് പറയാം. അതിനെപ്പറ്റി പിന്നെ അവർക്ക് ഒരു ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അവർക്ക് ഓരോ സാഹചര്യത്തിൽ ഓരോ രീതിയിൽ പല രീതിയിൽ പെരുമാറുക, അതിനെപ്പറ്റി ഓർമ്മ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാപട്യം, ഇത് ഒരു എക്സ്റ്റെന്റ് വരെ ഒരു കാപട്യമായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് ബിഗ് പേഴ്സണാലിറ്റി അല്ല. ഞാൻ തമാശ രൂപത്തിൽ അവരുടെ ഈ ഒരു പേഴ്സണാലിറ്റിയുടെ പല വശങ്ങളെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. ഇത് കേട്ടപ്പോൾ ഓർമ്മ വന്നു അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ.
വളരെ നന്നായി ഒരു മൈൽഡ് ആയിട്ടുള്ള അല്ലേ, ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു സ്വഭാവം, ഒരു മൈൽഡ് ആയിട്ടുള്ള സ്വഭാവം. അത് പിന്നെ കോൺഷ്യസ് ആയിട്ട് അവർ ചെയ്യുന്നതാണ്. ഇത് അങ്ങനെയല്ല, ഇത് അൺകോൺഷ്യസ് ആയിട്ട് വരുന്നതാണ്. DID വരുന്നത് അൺകോൺഷ്യസ് ആയിട്ട് വരുന്നതാണ്. അവര് ഒരു പേഷ്യൻസ് ആണ്. ഇത് പേഷ്യൻസ് അല്ല. ഈ ഒരു അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അവർ പർപ്പസ്ഫുള്ളി അവർക്ക് അവരുടെ ബെനിഫിറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതാണ്. തമാശ രൂപേണ പറഞ്ഞതേ ഉള്ളൂ. നന്നായിരുന്നു സാർ, താങ്ക് യു. നല്ല ഇൻഫോർമേറ്റീവ് ആണ്, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. കാരണം ഇത്തരം കാര്യങ്ങൾ നമുക്ക് കൂടുതൽ അറിയാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടാവുകയും ചെയ്യും. താങ്ക് യു. ഈ മണിച്ചിത്രത്താഴ് പോലുള്ള സിനിമകൾ, അതുപോലെ അന്യനൊക്കെ സിനിമ വന്നപ്പോഴാണ് പ്രേതം എന്നൊക്കെ പറയുന്ന വാക്കുകളിൽ പോയിട്ട് ശരിക്കും മാനസിക രോഗമാണ് തിരിച്ചറിയാനുള്ള ഒരു വലിയ അറിവ് അങ്ങനെയുള്ള ചിത്രങ്ങളിലൂടെയാണ്. റോയ് സാറെ പറയും. റോയ് സാർ അഡ്മിറ്റ് ചെയ്യും. സാധാരണ രീതിയിൽ ഇതുപോലുള്ള പേഴ്സണാലിറ്റീസിനെ സ്ലൈറ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ചില മൂഡ് വേരിയേഷൻസും മറ്റതൊക്കെ പല സമയത്തും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബിഹേവിയറുകളൊക്കെ. പക്ഷേ അത് ഒരു സ്വഭാവവിശേഷമായി മാത്രമാണ് നമ്മളത് കണ്ടിട്ടുള്ളൂ. പക്ഷെ സിവിയർ ആയിട്ടുള്ള കേസുകളൊന്നും പുറത്ത് നമുക്ക് കാണാൻ പറ്റില്ല. വല്ല മെന്റൽ ഹോസ്പിറ്റലുകളൊക്കെ പോയാൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. ഏതായാലും സാറിൻ്റെ ഈ ക്ലാസ് സാധാരണക്കാരനായ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള ബിഹേവിയർ കണ്ടു കഴിഞ്ഞാൽ ഇത് ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി സിൻഡ്രോം ആണെന്ന് തിരിച്ചറിയുന്നതിനും അതനുസരിച്ച് ഒരു മെന്റൽ പേഷ്യൻ്റ് ആയിട്ട് കാണുകയും അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റിന്റെ ഡയറക്ഷൻ കൊടുക്കുന്നതിനും സഹായകമാകും. ഓക്കെ സാർ. ടോമി സാർ ഉണ്ടോ? സാറേ, വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അധികം ചർച്ച ചെയ്യപ്പെടാത്തതും എന്നാൽ സമൂഹത്തിൽ ജനറൽ ആയിട്ടുള്ളതുമായ ഒരു സബ്ജക്റ്റാണ് ഹരിഹരൻ സാർ ഇവിടെ തന്നത്. അത് വളരെ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. നമ്മളത് എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ, അതില് ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ കാണുക, അത് അങ്ങനെയുള്ള ആൾക്കാർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക, അവരെ എങ്ങനെ ഡീൽ ചെയ്യാൻ കഴിയും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹരിഹരൻ സാർ വളരെ വിശദമായി പറഞ്ഞു. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. താങ്ക് യു. താങ്ക്സ് അലോട്ട്. ഇപ്പൊ അടുത്ത കാലത്ത് നമ്മൾ പേപ്പർ വായിക്കുകയാണെങ്കിൽ ദിവസം ഇതുപോലെ ഒരു കേസെങ്കിലും വരുന്നുണ്ട് അല്ലേ, ബിഹേവിയർ. യെസ് സാർ, ജനറൽ ആയിട്ട് ഇത് ഉള്ളതാണ്. പക്ഷെ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ അധികം ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ചെയ്യാത്ത കാരണം വെച്ചാല് ആർക്കും ഇഷ്ടമല്ല അത് പറ്റി പറയാനോ മുന്നോട്ട് വരാനോ. അതെ 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 അതെ, അതേ കാര്യം പറയലില്ല അങ്ങനെ. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. താങ്ക് യു സാർ. ടീച്ചർ. നല്ല ഒരു ക്ലാസ് ആയിരുന്നു. ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ്. കാരണം ഇത് സാറ് പറഞ്ഞപ്പം ശരിക്കുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ കൂടിയ കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് എല്ലാ മനുഷ്യർക്കും ഈ ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ട്. വീട്ടില് പെരുമാറുന്ന പോലെയല്ല ആരും ഓഫീസിൽ പെരുമാറുന്നത്. എന്തൊരു ക്ഷമയാ പുറത്തിറങ്ങി കഴിയുമ്പം എല്ലാവർക്കും. ചെറിയ തോതിൽ ഈ അസുഖം എല്ലാവർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതലാകുമ്പോഴാണ് നമ്മൾക്ക് ഈ മെഡിക്കേഷനും പിന്നെ ശ്രദ്ധയൊക്കെ കൂടുതൽ വേണ്ടി വരുന്നത്. ശ്രദ്ധ കെട്ടാൻ വേണ്ടിയും കൂടുതൽ ഇങ്ങനെ പെരുമാറുന്ന ഒരവസ്ഥ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ആളുകളെ പഠിച്ചു നോക്കുമ്പോൾ. ഇത് ശരിക്കുള്ള അസുഖമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇതെല്ലാം അവനവന്റെ ഈഗോ സ്റ്റേറ്റിനെ പറ്റി മനസ്സിലാക്കി കുറെ റെഡിയായി പോകാനേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കുറെയൊക്കെ. പിന്നെ നാഗവല്ലിയുടെ സ്റ്റേജിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ഒക്കെ സപ്പോർട്ട് വേണ്ടി വരും. താങ്ക് യു സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഡിസോർഡറിന് ഡിസോർഡറിന് സിമ്പതി ആണ് വേണ്ടത് കൂടുതൽ. ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ സിമ്പതിയോടെ കേട്ടോണ്ടിരിക്കുക,
പേഷ്യന്റോട് അവരടുത്ത് കേട്ടോണ്ടിരിക്കുക. എല്ലാവർക്കും പേഷ്യൻസും സിമ്പതിയും വേണം സർ. അല്ല ആർക്കാ വേണ്ടാത്തത്? പറയുക, എന്നാൽ അല്ല, മാത്രമേ ഇത് ഞാൻ പറയുക ഞാൻ സാറിനെ എതിർത്ത് പറഞ്ഞതല്ല. അല്ല ഞാൻ ഇത് പറഞ്ഞ ഞാൻ പൊതുവെ ഇത് കാര്യം ഓവർനൈറ്റ് കൊണ്ടൊന്നും ട്രീറ്റ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ടൈം കൺസ്യൂമിങ് ആണ് ഇത്. അതെ സർ, ഈ രോഗങ്ങള് അധികം വരാതിരിക്കും ഈ സിമ്പതി എമ്പതിയും ഒക്കെ എല്ലാവർക്കും കുറച്ച് നന്നായിട്ട് അടുത്തിരിക്കുന്ന ആളോട് കാണിക്കാൻ പറ്റുവാണെങ്കിൽ. ഞാൻ പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ സർ. കുറച്ച് അൺകണ്ടീഷൻ ആയാൽ മതി. ഇപ്പൊ തന്നെ കോട്ടയത്ത് ഒരു അമ്മയും 2 മക്കളും കൂടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നില്ലേ? ശരിക്കും സഹിക്കാൻ പറ്റുന്നില്ല. എന്തേരം ചിൽഡ്രൻസ് ഹോമിലൊക്കെ ഒത്തിരി സൗകര്യങ്ങളുള്ള ചിൽഡ്രൻ ഹോമിലൊന്നും ഞാനിപ്പം എൻ്റെ ഇവിടെയുള്ള ചിൽഡ്രൻസ് ഹോമിൽ 9 പിള്ളേരേ ഉള്ളൂ. 50 പിള്ളേർക്കുള്ള സൗകര്യങ്ങൾ ഇവിടെയുണ്ട്. അതിനുള്ള സ്റ്റാഫും ഉണ്ട്. അതിനുള്ള കാശും അവിടെ മുടങ്ങുന്നുണ്ട്. പക്ഷേ നന്നായിട്ട് അവര് ട്രീറ്റ് ചെയ്യുന്നുണ്ട് അവിടെ. നല്ല ഇതായിട്ട് നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട് കുട്ടികൾക്ക്. അപ്പം ഇത്രയും സൗകര്യങ്ങളുള്ളപ്പം ഇപ്പൊ ഈ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ശരിക്കും നമുക്ക് ചുറ്റുമുള്ളവർക്ക് കുറച്ച് സിമ്പതി എമ്പതി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. താങ്ക് യു സർ. ഞാൻ എൻ്റെ ആശങ്കകൾ കൂടി അങ്ങ് പങ്കുവെച്ചതേ ഉള്ളൂ. സാബു സാറ് മ്യൂട്ടാ. കോട്ടയത്ത് നടന്നത് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. പറയുമ്പോൾ 2 കുട്ടികളുമായിട്ട് എത്രയോ വാതിലുകൾ അവര് നടന്നു. ഓക്കെ, എനിവേ നസീമ ഉണ്ടോ? ജോർജ് സാർ ഉണ്ട് സാറ്, താങ്ക് യു. കുറച്ച് കേൾക്കില്ല, പക്ഷെ വളരെ നല്ല ക്ലാസ്. സ്കിസോഫ്രീനിയെ തൊട്ടിട്ടാണ് ഞാൻ കേട്ടത്. പിന്നെ സാബു സാറിന്റെ സമ്മറൈസേഷനും റോയ് സാറിന്റെ ഒക്കെ ഫീഡ്ബാക്കും ഒക്കെ കൂടിയപ്പോ അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ചില കുട്ടികള് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ സ്കിസോഫ്രീനിയെ തുടങ്ങുന്നത്. അപ്പൊ ചെക്കന്മാരെ കഷ്ടമാണ്. ഒരു 20 വയസ്സിന് ശേഷമാണ് ഇതിന്റെ മൂർധന്യ ഭാവം കാണാം. അപ്പൊ വീട്ടുകാർ സമ്മതിക്കുകയില്ല. അവള് കല്യാണം വരെ ഒരു കുഴപ്പമില്ല. ഈ കാര്യം വന്ന് ഓവർലോഡിങ് വരുമ്പോഴാണ് ഈ നാഗവല്ലിമാര് പലരും പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ കെട്ടിച്ചു കൊടുത്ത വീട്ടുകാരും ശത്രുക്കള്, കെട്ടിയോനും ശത്രുക്കള്. കെട്ടിയോനാണ് നല്ല സ്ട്രിക്റ്റും കൂടിയായി കഴിഞ്ഞാൽ പിന്നെ പൂര താണ്ഡവ നൃത്തം അവിടെ. നമ്മൾ കുറെ പിള്ളേരെ കാണുന്നുണ്ട്. എന്താ കാരണം വീട്ടുകാർക്കും അറിയില്ല. കറക്റ്റ് ഒരു കൗൺസിലിങ്ങിന് ചെല്ലേ അതിന്റെ ഫോളോ അപ്പ് ചെയ്യണമെങ്കിൽ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാറ്റാവുന്നതുള്ളൂ. ചെയ്യില്ല. എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് ഈ ഓവർലോഡിങ് എല്ലാ അമ്മമാരും അച്ഛന്മാരും സപ്പോർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ചെറുക്കൻ്റെ അടുത്തേക്ക് എത്തുമ്പോ കാര്യങ്ങൾ ഇടുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ തോന്നാറുണ്ട്. അന്ന് ഇവര് ഒരു ഫിസിക്കൽ എക്സസൈസിനോ ഒരു ഡീപ്പ് ബ്രീത്തിങ്ങിനോ ഒന്നും തയ്യാറാവില്ല. ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സാറിന്റെ ക്ലാസ് കേൾക്കുമ്പോ സുഖമായിട്ട് മനസ്സിലാവും. സാബു സാറിന്റെ ആ സമ്മറൈസിൽ പറഞ്ഞു ഒരു എനർജി ഹീലിംഗ്, ഒരു മെഡിക്കേഷൻ അല്ല മെഡിറ്റേഷൻ, അത് പ്രാർത്ഥനയെ കൂടെ കിട്ടാ. അപ്പൊ ഒരു എനർജി ഹീലിംഗ് നമ്മള് സൂഡോ സയൻസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. പക്ഷെ അതല്ല. പ്രാർത്ഥന എന്തെങ്കിലും ഒരു കാര്യത്തിലുള്ള വിശ്വാസം, അവനവനെ തന്നെയുള്ള വിശ്വാസം, ചുറ്റുപാടുകളിലുള്ള വിശ്വാസം, പ്രകൃതിയിലുള്ള വിശ്വാസം, ചുറ്റുമുള്ള മനുഷ്യരുള്ള വിശ്വാസം. ദൈവം അത് കഴിഞ്ഞിട്ട് അപ്പൊ ദൈവത്തെ നമ്മൾ കാണുന്നില്ല. ഈ ചുറ്റുമുള്ള മനുഷ്യരുടെ ആത്മാവിലുള്ള കോണ്ടാക്റ്റുകളും ആ എനർജി ബൗണ്ടറീസും തമ്മിലൊരു കണക്ഷൻ തന്നെയാണ് യഥാർത്ഥ ഈശ്വരൻ എന്നാണ് ഞാൻ വിശ്വസിക്കുക. അല്ലാണ്ട് ജീവിച്ചിരിക്കുമ്പോ ഒരു മനുഷ്യനെ സ്നേഹിക്കയില്ല, ഒന്നും ഇല്ലാണ്ട് 24 മണിക്കൂറും ഈ പ്രാർത്ഥന ചെയ്ത പിന്നെ ഏത് സ്വർഗം വെച്ചിട്ടുണ്ടോ ഞാൻ വിശ്വസിക്കണേ ഇല്ലേ. ഞാൻ നല്ലൊരു വിശ്വാസിയാണ്. പക്ഷെ ഈ 24 മണിക്കൂർ ഒരുത്തൻ നമസ്കരിച്ച് അവൻ സ്വർഗത്തിൽ പോയി. അപ്പോ ചെന്നപ്പോ പടച്ചവനോട് പറഞ്ഞത്ര ഞാൻ എല്ലാ നേരവും നമസ്കരിച്ച് നോമ്പൊക്കെ ഇട്ടിട്ടുണ്ട്, അതാണല്ലേ സ്വർഗത്തില് എന്നെ കടത്തിയപ്പോ പടച്ചവൻ പറഞ്ഞത്ര അല്ല, നീ ഒരു ദിവസം പള്ളിയിൽ പോകുമ്പോ ഒരു നായ വഴി കിടന്നപ്പോ നീ ആ നായനെ എടുത്ത് മാറ്റി കുറച്ച് വെള്ളം ഭക്ഷണം കൊടുത്ത് അതിന്റെ ജീവൻ രക്ഷിച്ചില്ല, അതുകൊണ്ടാണ് നീ സ്വർഗത്തിലേക്ക് പോയതെന്ന്. അപ്പൊ ഇത് മനസ്സില്ല. ആ ഒരു നേരം നമസ്കരിച്ചില്ല, നീ ചെയ്തൊരു പുണ്യകർമ്മ. ആ ഒരു നേരം നിസ്കരിക്കാതിരുന്നത് കൊണ്ടാണ് നീ സ്വർഗത്തിൽ ചെന്നതെന്ന്. അപ്പൊ നമസ്കാരത്തിന്റെ അർത്ഥം അറിയാണ്ട് നിസ്കരിക്കണ കുറെ മനുഷ്യരാണ്. അപ്പൊ ഇവർക്ക് സൈക്കോളജിക്കൽ അപ്രോച്ച് എന്താണ്, മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് പിന്നെ പറഞ്ഞവരാവും പ്രശ്നക്കാര്. അവരെ എതിർത്ത് എല്ലാവരും കൂടി റാക്കറ്റാക്കി ഇടും. അപ്പൊ വീട്ടുകാർക്കും പ്രശ്നമാണ് സത്യം പറഞ്ഞാല്. പിന്നെ ഓമന ടീച്ചർ പറഞ്ഞ സീക്ക് സപ്പോർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് അതും ഉണ്ട്. അപ്പൊ എനിക്ക് എപ്പോഴും തോന്നാറ് സാറ് പറഞ്ഞ EFT എനർജി ക്ലിയറിങ് വളരെ നല്ലതാണ്. എനിക്ക് തന്നെ തോന്നുമ്പോ ഞാൻ
EFTO, മെഡിറ്റേഷൻ ടെക്നിക്കോ ഡീപ്പ് ബ്രീത്തിങ്ങോ ഒക്കെ തന്നെയാണ് ചെയ്യാറ്. മാത്രല്ല പിന്നെ സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ തോന്നിയത് ഓവർലോഡിങ്, ഈ സ്ട്രെസ്സിന്റെ ഓവർലോഡിങ് കുറയ്ക്കുക. പക്ഷെ ജീവിതം ചെറിയ കുട്ടികളൊക്കെ വരുമ്പോൾ സ്ത്രീകൾക്ക് ഒരു 40 വയസ്സ് വരെ കഴുതയുടെ ജന്മാണ്. കാരണം പിന്നെ അവർക്ക് പീരീഡും ഉണ്ടാവും, ആ സമയത്ത് ഹോർമോൺ ചേഞ്ചും ഉണ്ടാവും. മനസ്സമാധാനം, സന്തോഷം എത്ര വലിയ ഡോക്ടറായാലും ടീച്ചറായാലും എഞ്ചിനീയറായാലും അവർക്ക് ഉണ്ടാവില്ല. അവർ കാണുമ്പോൾ നല്ല ഭംഗിയില് സെറ്റപ്പായി ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കാറൊക്കെ പൊടിച്ച് പോകണ്ടെങ്കിൽ അവരുള്ളിൽ ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ടാവും. പിന്നെ ഒരു 55 വയസ്സൊക്കെ ആയപ്പോൾ മനസ്സമാനത്തോടെ മനുഷ്യനായിട്ട് ജീവിക്കാൻ തുടങ്ങുക. ആ സമയത്ത് ഭർത്താക്കന്മാർക്ക് ഇവർക്ക് പീരീഡ് ആവുമ്പോ ഹോർമോൺ ചേഞ്ച് ഉണ്ടാവും എന്നുള്ള ആ കോമൺ സെൻസിൽ ഡീൽ ചെയ്യണ നല്ല മനുഷ്യര് വളരെ കുറവാ. പുറത്തൊക്കെ ഭയങ്കര സുന്ദരക്കുട്ടന്മാരായി പെണ്ണുങ്ങളൊക്കെ തോന്നും, ആ ഇങ്ങനത്തെ ഒരാളെ കിട്ടിയ മഹാഭാഗ്യം, ആ പെണ്ണിന്റെ ഭാഗ്യം. ആ പെണ്ണിനോട് ചോദിച്ചാലാണ് പെണ്ണിന്റെ അറിയാ. കുട്ടി ഇതൊരു മനുഷ്യ ജീവിയാന്ന് ഒരു പരിഗണന കൊടുക്കുകയില്ല. കൽപ്പിക്കുമ്പോ അവരെ കാലും കയ്യും മുഴയും കഴൊക്കെ ഒന്ന് ബൾജ് ചെയ്ത് ഒരു ആയുസ് പോയിട്ട് പിന്നെ ഇവര് ഈസ്ട്രജനൊക്കെ കുറയുമ്പോ ഇവര് പുലിയാവും. ആണുങ്ങളെ സ്ട്രെങ്ത് കുറയുകയും ചെയ്യും. പിന്നെ ഇവര് കടന്നിട്ട് ഇവരെ നിർത്താൻ താണ്ടാവും. പിന്നെ കുട്ടികൾ കാണാ ഇവര് ശക്തിമാന്മാരും പീരീഡൊക്കെ നിൽക്കുമ്പോ. അപ്പൊ ബാലൻസിങ്ങും മനുഷ്യന്റെ മനഃശാസ്ത്രം മനസ്സിലാക്കണമെങ്കിൽ എപ്പോഴും തോന്നും. ഇപ്പൊ സാറിന്റെ ഇതിൽ തന്നെ കേട്ടിട്ടുണ്ട്, വിമൻ കംസ് ഫ്രം വീനസ്, മാൻ കംസ് ഫ്രം മാർസ്. 2 ഉപഗ്രഹങ്ങളിൽ നിന്ന് വന്ന ജീവികളാണ് ഈ 2 ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊറേ പ്രശ്നം കുറയും സാറേ. അങ്ങനെ എനിക്ക് തോന്നാറ്, ക്ഷമ അങ്ങനെയൊക്കെ തോന്നാറ്. അല്ലാതെ പിന്നെ അതുപോലെ ഗ്രൗണ്ടിങ് ടെക്നിക്സ് സാർ എടുക്കാറുണ്ട്. അത് സാബ് സാറ് അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ടെക്നിക്സും രക്ഷിതാക്കളെ ബോധവൽക്കരണം, ഇല്ലെങ്കിൽ കാർമിക് ഒബ്ലിഗേഷൻ ആണെന്ന് വെച്ചിട്ട് അത് തീർന്നു പോട്ടെ എന്ന് ക്ഷമിച്ച് അങ്ങനെ ജന്മം കളയേണ്ടി വരും. അപ്പൊ സൈക്കിക് ബ്ലോക്കേജുകളൊക്കെ കളയാനുള്ള കുറച്ച് ടെക്നിക്ക് ഇത്തരം ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ അത് ചാനലൈസ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ എനർജി ഡ്രെയിൻ ചെയ്യണ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനും എക്സസൈസിൽ കൂടെയും ബ്രത്തിൽ കൂടെയും ഒരു അവയർനെസ്സിൽ കൂടെയും ആങ്സൈറ്റിയും സ്ട്രെസ്സൊക്കെ എങ്ങനെ കുറയ്ക്കുക, എങ്ങനെ എനിക്ക് രക്ഷപ്പെടാം. മറ്റുള്ളവരെ ശരിയാക്കല് ജീവിതം നമുക്ക് നടക്കൂല, നമുക്ക് ശരിയാവുമല്ലോ. അപ്പൊ ഇത്തരം ക്ലാസ്സുകൾ എടുക്കുന്ന സാറിന് വളരെ നന്ദി. സാബ് സാറ് നന്ദി. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നസീം മാഡം നല്ലൊരു ക്ലാസ് എടുക്കണം കേട്ടോ, മെഡിറ്റേഷനെ പറ്റി നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ സാറേ. ക്ലാസ് എടുക്കാറുണ്ട്. ഒരു പേഴ്സണാലിറ്റി ഉണ്ടെങ്കിൽ തന്നെ ജീവിക്കാൻ പാടാ. അപ്പൊ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയോട്ട് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അല്ലെ? ജോർജ് സാറേ പറ. താങ്ക് യു സാർ. ഹരി സാറേ, പതിപോലെ സാറ് വളരെ ആധികാരികമായി നല്ല ഒത്തിരി ഇൻഫർമേഷൻസ് ഒന്ന് ഓർമ്മപ്പെടുത്തി, പലതും പുതിയത് കിട്ടി. വളരെ സന്തോഷം, വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഈ ആധുനിക കാലത്താണ് ഈ എല്ലാ ടെക്നിക്സുകളും ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെ കണ്ടെത്തി ഓരോരുത്തർ ആവിഷ്കരിച്ചു, അത് നടപ്പായിക്കൊണ്ടിരിക്കുന്നു. പൂർവ്വകാലത്ത് അത്രത്തോളം വിവരം ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മുടെ പൂർവികര് അതിനെപ്പറ്റി ആചാരാനുഷ്ഠാനങ്ങൾ അന്ന് കണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ സാറ് പറഞ്ഞത് തന്നെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാനാണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനയും ജപവും വഴിപാടുകളും ആചാര അനുഷ്ഠാനങ്ങൾ മുഴുവനും. അതിൻ്റെ മറ്റൊരു രൂപം, ശാസ്ത്രീയ രൂപം എന്ന് പറയുന്നതാണ് ഇന്നത്തെ ടെക്നിക്സ് ഒക്കെ. ഞാനങ്ങനെ ഇപ്പൊ സാറ് പറഞ്ഞപ്പോൾ അങ്ങനെ ഉൾക്കൊള്ളുക, അങ്ങനെ ചിന്തിക്കുക. അതാണ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാവരിലും ഉണ്ട് ഈ സിറ്റുവേഷൻ എന്നുള്ളത് സത്യവുമാണ്. ഏറ്റക്കുറച്ചിലുണ്ട്, പ്രശ്നങ്ങളാകാത്തത്. അതാണല്ലോ നമ്മൾ ചിലർ സംസാരിക്കുമ്പോഴേ എനിക്ക് വേറൊരു മുഖമുണ്ട് കേട്ടോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഉണ്ട്. വീപ്പിളക്കുമ്പോഴേ പറയില്ലേ എനിക്ക് വേറൊരു മുഖം ഉണ്ടെന്ന് പറയും. അതെ അതെ അതെ, സത്യമാണ്. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി തന്നെ. അതെ അതെ അതെ, അത് റിയലാണ്. ഈ സന്ദർഭമനുസരിച്ച്, ആവശ്യങ്ങൾക്കനുസരിച്ച്, സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ ഒന്നിന്റെ സ്വഭാവം പോലെ എല്ലാവരും മാറിക്കളിക്കും. പക്ഷെ അതൊരു പ്രശ്നത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ. അതിന് പിന്നെ എന്താ പറയണേ, ഇതിന്റെ കാഠിന്യത്തിന് അനുസരിച്ച് ആനുപാതികമായ പ്രതിവിധികൾ കണ്ടെത്തേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. എന്തായാലും നന്നായി. ഒത്തിരി വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ച്, രാത്രി കുറെ നേരം കൂടെ ഈ ക്ലാസ് കഴിഞ്ഞാലും ഈ മഴ കുറച്ചു നേരം പെയ്ത് കഴിയുമ്പോൾ പിന്നെ മരം പെയ്യും എന്ന് പറയുമ്പോലെ ഇതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് കുറെ നേരം കൂടെ ഇരിക്കും. അതിന് ഉപകരിക്കും. വളരെ നല്ല ക്ലാസ് ആയിരുന്നു സാറേ. താങ്ക് യു സോ മച്ച്.
എന്തായാലും ഹരിഹരൻ സാറിനെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുക. കാരണം നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ സൈക്കോളജിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പൊ ഈ സൈക്കോളജി പഠിച്ചു വരുന്ന PG അല്ലെങ്കിൽ ഡിഗ്രിക്കാരായ കുട്ടികളോടൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ആ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഒരു ക്ലാസ് എടുക്കുക. പക്ഷെ അവരെടുക്കത്തില്ല. കാരണം അവർ പറയുന്നത് സംശയങ്ങളൊക്കെ ചോദിച്ചാൽ ആകെ പ്രശ്നമാവും, അത് ബുദ്ധിമുട്ടാവും, ഇങ്ങനെയൊക്കെയാ പറയുന്നത്. പക്ഷെ ഹരിഹരൻ സാർ എന്തൊരു മനോഹരമായിട്ട് ഇതെടുക്കും. അപ്പൊ ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് എന്റെ സംശയം ചോദിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ നമ്മളെ ക്ലാരിഫൈ ചെയ്യുന്ന പോലെ ക്ലാരിഫൈ ചെയ്തു. അത്രേ ഉള്ളൂ. കുട്ടികൾ അങ്ങനെ എടുക്കുന്നില്ല. നിങ്ങൾ സമ്മറൈസ് ചെയ്തപ്പോ എനിക്ക് 2-3 പോയിന്റ് എനിക്ക് കിട്ടി. മറ്റേ ഐ മൂവ്മെന്റ് ഒക്കെ കിട്ടിയില്ലേ, ഇതുപോലെ നമുക്ക് പോയിന്റ് കിട്ടും. അത്രേ ഉള്ളൂ. നമ്മളത് ചെയ്തു കഴിഞ്ഞ് ഇതുപോലെ ചെയ്തു കഴിയുമ്പോഴാണ് കൂടുതൽ പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി സാർ എത്രമാത്രം അതിൻ്റെ അകത്ത് വർക്ക് ചെയ്തു അല്ലെ. അപ്പൊ ആ ഒരു വർക്ക് നമ്മുടെ ഒരു നോളജ് പവർ ആയിട്ട് മാറും. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാം. അതാണ് ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും വലിയ വിജയം. എനിവേ താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. വിജയകുമാർ സാർ എന്നൊക്കെ പറയാനുണ്ടോ? അല്ല, ഞാൻ ഈ പല മുഖം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ബാലേന്ദ്രൻ ചുള്ളിക്കാണ്ട് ഒരു കവിതയുണ്ട് സാറേ. ആ കവിത തപ്പായിരുന്നു, കിട്ടിയില്ല എനിക്ക്. അതില് എന്താ പറയുന്നത് വെച്ചാൽ, അയാൾ ജയിൽ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ നിന്നിട്ട് പൂച്ചെടിക്ക് വെള്ളം ഒഴിക്കുകയാണ്. പൂച്ചെടി വെള്ളം ഒഴിച്ച് അതിനെ വളരെ ലാളിച്ച് അതിനിങ്ങനെ വെള്ളം ഒഴിച്ച് വളരെ സ്നേഹത്തോടെ അതിനെ തടവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇയാൾക്ക് അത് കണ്ടപ്പം വളരെ ഇമ്പ്രസീവ് ആയി. ഇത് ആരാണ് എന്താന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു, ഒരു കൊലക്കുറ്റം ചെയ്തിട്ട് ഒരുത്തനെ കൊന്നിട്ട് വന്നിട്ട് ഇരിക്കുന്ന ഒരു പ്രതിയാണ് ഇവൻ. അപ്പം അവന്റെ മറ്റൊരു മുഖം, അവൻ കൊലപാതകം ചെയ്യാൻ അവന് അതൊരു തെറ്റായിട്ട് തോന്നാത്ത രീതിയിൽ അവൻ കൊല ചെയ്യുന്നുണ്ട്. അതേസമയം ഇവിടെ വന്ന് ഈ ചെടിക്ക് അവൻ ഈ വെള്ളം ഒഴിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കവിത ജയിലിൽ വിസിറ്റ് ചെയ്തിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് ഈ ക്രിമിനൽസിന് പലപ്പോഴും അങ്ങനെ അവർ ചെയ്യുന്നത് തെറ്റാണെന്നൊരു ബോധം ഉണ്ടാവില്ല. സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയിൽ ഒന്നാന്തര ഉദാഹരണങ്ങളാണ് പല ക്രിമിനൽസും. അവർക്ക് അത് തെറ്റാണെന്ന് തോന്നി. ഇപ്പൊ ചാൾസ് ഓവറാൻ എടുത്തു കഴിഞ്ഞാൽ അയാൾ 10-24 കൊല ചെയ്തിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് അത് തെറ്റാണെന്നൊരു വിശ്വാസമേ ഇല്ല, അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. അത് അയാൾ ചെയ്തു. പിന്നെ വേറൊരു രീതിയിൽ അയാൾ വളരെ സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും, ഇതുപോലെയൊക്കെ ചെയ്യുകയും ചെയ്യും. അതുപോലെയാണ് ആ കവിതയിൽ കാണിച്ചിരിക്കുന്നത്. ആ ഒരു ക്രിമിനൽ, ഒന്നാന്തരം ക്രിമിനൽ ആണെങ്കിലും അയാൾ ആ ചെടിയെ അയാൾ വളരെ സ്നേഹത്തോടു കൂടി അതിനെ പരിലാളിക്കുകയാണ്. അപ്പൊ അതൊരു ശരിക്കും ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയുടെ ഉദാഹരണം. അത് സാഹചര്യങ്ങളാണല്ലോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ അവിടെ ഒരു കൺഫെഷന്റെ പാർട്ടുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങൾ അങ്ങനെ സംഭവിക്കും. ഇപ്പൊ നമ്മൾ ഈ ദൈനംദിന ജീവിതത്തില് ഇപ്പൊ പത്രമാധ്യമങ്ങളിലൂടെ കാണുന്ന ഈ സംഭവങ്ങളെല്ലാം സത്യത്തിൽ എന്തോ ഒരു ചെറിയ ട്രിഗറാണ് ഇങ്ങനെയൊക്കെ കൊണ്ട് എത്തിക്കുന്നത്. ഏതോ ഒരു വ്യക്തി, ഒരുപക്ഷെ ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന ഒരു തോന്നലാണ് ഒരു മോബിനെ ഈ രീതിയിലേക്ക് ആക്കുന്നത്. അത് പിന്നെ അവസാനം ഒരു പ്രശ്നമായി മാറുന്നു. അപ്പം അവിടെ ഒരു ശിക്ഷണ തലം നമ്മളിപ്പോൾ ഉണ്ടെങ്കിൽ, ശിക്ഷണം അല്ലെങ്കിൽ അതിനെ കെയർ ചെയ്യുന്ന ഒരു തലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ വ്യത്യാസമാണ്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കാണുമ്പോൾ ആ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നമ്മൾ ശ്രമിച്ചാൽ ഒത്തിരി മാറ്റങ്ങൾ വരും. ഇപ്പം ആത്മഹത്യ ചെയ്യുന്നവർ പറയത്തില്ല, ആത്മഹത്യ ചെയ്യുന്നവരോട് ചെയ്യാൻ താല്പര്യമുള്ള അങ്ങനെ ടെൻറ്റേഷൻ ഉള്ളവരോട് സംസാരിച്ച് ചെയ്യുമ്പോൾ പല പ്രാവശ്യം അവർ പറയും, എനിക്ക് ഒന്ന് തീർന്നാൽ മതി എന്നൊക്കെ. ഇത് പറയുമ്പോൾ നമ്മൾ അവർക്ക് കൃത്യമായിട്ടുള്ള കെയറിങ് കൊടുക്കാൻ നമ്മൾ റെഡിയാണെങ്കിൽ ഒരു പക്ഷേ അവരെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മൾ പിന്നെ നീ എന്നാ പോയി ചാകുന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അപ്പം തന്നെ അവൻ പോയേക്കും എന്ന് പറയുന്ന പോലെ. അപ്പൊ ഇതൊരു രസകരമായ ടോപ്പിക്കാണ്. എനിവേ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആണ്. ഞാൻ ഹരിഹരൻ സാറിൽ നിന്ന് വീണ്ടും ഇതുപോലെ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. സാർ ഭയങ്കര കോൺഫിഡൻസ് ആണ് സാറിന്. ഞാനത് സമ്മതിച്ചിരിക്കുന്നു. കാരണം സാർ ആദ്യം തുടങ്ങിയപ്പോ ഞാൻ എന്നെ എടുക്കുന്നത്, എന്ത് ക്ലാസ് എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇപ്പതേ സാറ് ടോപ്പിക്കുമായിട്ട് പോരുവാ. സൈക്കോളജി ടോപ്പിക് ആണെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ സാറിന് വരാം. ഈ ബുദ്ധിയില്ലാത്തതിന് ധൈര്യം കൂടും, അറിയാം. ധൈര്യം കൂടും. ആലോചിക്കേണ്ട ആവശ്യമില്ല. സൈക്കോളജി വിഷയമാണെങ്കിൽ എല്ലാ തിങ്കളാഴ്ചകളും ഞാൻ സാറിന് വരും. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. അടുത്ത വരുന്നത് സാഡിസം. അതല്ല, അത് സൈക്കോളജി അല്ലേ? സാഡിസം സൈക്കോളജി. പിന്നെ സൈക്കോളജി ഇല്ലാത്ത ഏത് ഭാഗമുള്ളത്? സൈക്കോളജി ഇല്ലാത്ത ഭാഗം. ഓക്കെ സാർ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ്.